സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകുമാരി വരുണിനോടും രാധികയോടും പറയണേ, അതെ, നീയൊക്കെ കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഇവിടെ വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളാണ് ദാ വരുന്നത്. അന്നേരം പ്രിയങ്ക അവിടെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് കോട്ടയൊക്കെ പിടിപ്പിച്ച് വരുണിൻ്റെ രാധികയുടെ അരിയിലേക്ക് നല്ല ഷോ കാണിച്ച് നടന്നു വരുമായിരിക്കും കേട്ടോ. അന്നേരം പ്രിയങ്കയെ കാണുന്നത് മുത്തശ്ശി പറയണേ, ദേ കണ്ടില്ലേ മോളെ, നമുക്ക് ഇന്ന് ഭക്ഷണം വളർത്തുന്ന കൊള്ളാവുന്ന ഏതെങ്കിലും കാറ്ററിംഗുകാരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ. ദേ ഭക്ഷണവുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, വലിയ പാട്ടുകാരിയുടെ മകളാണ് പാചകക്കാരി. പിന്നെ വിളമ്പാനായിട്ട് വന്നിരിക്കുന്നതുണ്ടല്ലോ കാണുമെങ്കിലും വീട്ടിലെ രാജകുമാരനും. എന്ത് ചെയ്യണം മോളെ, ഇവർ കൊണ്ടുവന്ന ഈ ഭക്ഷണം നമ്മുടെ ലൊക്കേഷനിൽ വിളമ്പണോ? നീയാണ് തീരുമാനം പറയേണ്ടത്. എന്താണെങ്കിലും കൊണ്ടുവന്നില്ലേ മുത്തശ്ശി, നമുക്കൊന്ന് നോക്കിയേക്കാം. വായി വെക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊന്ന് നോക്കണമല്ലോ, ഇതുവരെ ഭക്ഷണവുമായിട്ട് വന്നതല്ലേ. അന്നേരം സുകുമാരി പറയണേ, അത് നീ പറഞ്ഞത് ശരിയാ, നമ്മൾ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, ഇതും അങ്ങനെ കണ്ടാൽ മതി. എടോ മാനേജറെ, ഇന്നത്തെ ഫുഡിൻ്റെ ഭക്ഷണമേ ഞാൻ ചാരിറ്റിയിൽ കൊടുക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. എടാ, എൻ്റെ പ്രിയങ്ക മോളുടെ യോഗ്യത എന്താണെന്ന് നീ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ലൊരു പെണ്ണിനെ കളഞ്ഞിട്ടാണല്ലോ നീ ഇപ്പോൾ ഇവളുടെ പിന്നാലെ, ഈ അടുക്കളക്കാരുടെ പിന്നാലെ പോയതെന്ന് ഓർത്തിട്ട് നിനക്കിപ്പോൾ നോവുന്നുണ്ടാവും. നിനക്ക് അതിനുള്ള യോഗ്യമുള്ളടാ. എൻ്റെ പ്രിയങ്ക മോളെ വേണ്ടാന്നും പറഞ്ഞ് ഇവളുടെ ഒപ്പം പോയതല്ലേ നീ, അനുഭവിക്കണം നീ ഇതൊക്കെ. ഇവൻ്റെ യോഗ്യതയൊക്കെ വല്ലവരുടെയും വീട്ടിലെ അടുക്കള വരെ ഉള്ളടാ. അയ്യോ മുത്തശ്ശി, അങ്ങനെയൊന്നും പറഞ്ഞുകൊള്ളല്ലേ കേട്ടോ, വലിയ അഭിമാനിയാണ്. കണിമംഗലം പോലെയുള്ള ഹിമാലയം വരെ ഉയർന്നു നിൽക്കുന്ന കുടുംബത്തിൽ അംഗമായിരുന്നില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, കണിമംഗലം അതിൻ്റെ ഉയർച്ചയൊക്കെ പണ്ട് ജപ്തി നടക്കുന്നതിന് മുമ്പ് വരെ ആയിരുന്നില്ലേ? ഇപ്പോൾ അത് താഴെ പടുകുഴിയിൽ വീണ് കിടക്കുമല്ലേ. ഇവനാണെങ്കിലോ ഇപ്പോൾ വല്ലവരുടെയും വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് കാറ്ററിംഗ് യൂണിറ്റുമായിട്ട് നടക്കുന്നു. ഇവൻ്റെ തന്തയും തള്ളയൊക്കെ ആണെങ്കിലോ അവിടെ വീട്ടിൽ അടിമകളെ പോടെ കഴിയുന്നു. ഒത്തിരി അഹങ്കരിച്ചതല്ലേ, ഒരുപാട് അഹങ്കാരം കാണിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ രണ്ടും കൂടി അനുഭവിക്കുന്നത്. നാണം കെട്ട് ജീവിക്കുകയല്ലേ. അതേക്കുന്നതിൻ്റെ ആദ്യമൊക്കെ അങ്ങ് ദേഷ്യം വരുവാ. നിങ്ങൾ കുറേ നേരമല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ആരാണ് നാണം കെട്ട് ജീവിക്കുന്നത്? ആരാ നാണം കെട്ട പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്? ഈ സമയം വരുൺ രാധികനെ തടയണേ. എവിടെ രാധിക, താഴെക്കൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. ഇവരുടെ നിലവാരം എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ, നമ്മൾ നമ്മുടെ ജോലി മാത്രം നോക്കിയാൽ മതി. വരുൺ, അവരെന്തു തന്നെ പറഞ്ഞോട്ടെ, അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷെ വരുണിനെ കുറിച്ച് അവർ മോശമായിട്ട് പറയുന്നത് എനിക്കങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റില്ല. വിട്ടുകളയടോ എന്നും പറഞ്ഞ് വരുൺ ആശ്വസിപ്പിക്കുവാണ്ട് രാധികേനെ. ഈ സമയം സുകുമാരി പറയണേ, അതെ എടോ മാനേജറെ, നമുക്ക് ഇപ്പം നടക്കുന്ന ഈ ഷോട്ട് കൂടി തീർക്കാം, അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോകാം. ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാൻ പറ. ഈ സമയം മാനേജർ വരുണിനോട് രാധികയോട് അങ്ങോട്ട് വരാൻ പറയുക. അങ്ങനെ അവരവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്കയും സുകുമാരിയൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് നടക്കുവാണ്. പെട്ടെന്ന് സുകുമാരി അവിടെ താഴ്ത്ത് വീണു പോകുവാണ്. അന്നേരം വരുണിൻ്റെ അധികം തിരിഞ്ഞു നോക്കി ആ കാഴ്ച കാണുന്നതും അവർക്ക് ചിരിയടക്കാനാവാതെ നിൽക്കുവാണ്. ഈ സമയം പ്രിയങ്കയും ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് സുകുമാരനെ അവിടെ നിന്ന് താങ്ങിയെടുക്കുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈയിലുള്ള ചെരുപ്പ് നുരണ്ടെന്ന്. ആകെ നുണക്കേടായല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് വലിഞ്ഞ് നടന്ന് മുത്തശ്ശി അവിടെ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയോട് പറയണേ, എടോ രാധികെ, തൻ്റെ കണ്ണനെ പണി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അവരുടെ സ്വഭാവത്തിന് ഇതിൽ വലുതാണ് കിട്ടാനുള്ളത്. വരുൺ, നമുക്കതൊക്കെ എടുത്തു വെക്കാം. ഇതേസമയം അവിടെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ കസ്തൂരിൻ്റെ മുഖത്ത് കസ്തൂരിൻ്റെ മുത്തശ്ശൻ ആഞ്ഞെടുക്കുന്നൊരു സീനാണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അയാൾ എത്ര തന്നെ അഭിനയിച്ചിട്ടും അതൊന്നും ഒരു ഒറിജിനാലിറ്റി തോന്നുന്നില്ല. അയാളുടെ മുഖത്ത് ഒരു ഭാവമോ എക്സ്പ്രഷനോ ഒന്നുമില്ല. അങ്ങനെ ഡയറക്ടർ പലതവണ ഷോട്ട് പോകുന്നുണ്ട്. എത്രയൊക്കെ ചെയ്തിട്ടും അയാൾ ശരിയാകുന്നില്ല കേട്ടോ. അങ്ങനെ അയാളെ പിണങ്ങുവാണ് ഡയറക്ടർ. എന്താ ചേട്ടാ ഇത്, എത്ര നേരം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു? എന്നാണെങ്കിലും ഒന്നുകൂടി പോകാം. എന്നാൽ വീണ്ടും അയാൾ ഇത് തന്നെ ആവർത്തിക്കുവാണ് കേട്ടോ. അങ്ങനെ ഡയറക്ടറിനെ ദേഷ്യം കയറി അവിടെ നിൽക്കുവാണ്. ഈ സമയം കസ്തൂരി പറയണേ, എന്താ ചേട്ടാ ഇത്, എന്താ പ്രശ്നം? കുറച്ചേരെ ചേട്ടനൊന്ന് റിലാക്സായി നിൽക്ക്, അതിനുശേഷം ഇനി ഷോട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം വരുണിൻ്റെ രാധികയ്ക്ക് ഇത് കണ്ട് നിൽക്കുന്നുണ്ടാവും. അന്നേരം സുകുമാരി പ്രിയങ്കയോട് പറയണേ, ദേ കണ്ടില്ലേ മോളെ, അവരവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവർക്ക് പണി കൊടുക്കാൻ വിളിച്ചിട്ട് നമ്മൾ നാണം കിടന്ന അവസ്ഥയായല്ലോ. മുത്തശ്ശി, ഇതൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സർവ്വസാധാരണമല്ലേ. എന്നാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമ്മുടെ ലൊക്കേഷനിൽ നമുക്കുള്ള പവർ എന്താണെന്ന് അവളെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം. മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവാ? നീ നോക്കിക്കോ മോളെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവൻ കൃത്യമായിട്ട് ചെയ്താൽ പോരെ. എങ്ങനെയാണ് അവനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പോകുന്നതെന്ന് നീ കാണ്. അങ്ങനെ പറഞ്ഞ സുകുമാരി നേരെ അയാളുടെ അരികിലേക്ക് ചെല്ലണേ. അതെ, എന്താടോ ഇത്, കുറേ നേരമല്ലോ ഈ ഒരു ഷൂട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമയത്തിന് വിലയുള്ളതാണ്. ഞാൻ പണം മുടക്കി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇപ്പോൾ തൻ്റെ പ്രശ്നം?
തനിക്ക് ചിലപ്പോൾ അവളുടെ മുഖത്ത് നോക്കി ചെയ്തു കഴിഞ്ഞാൽ അഭിനയം വരാത്തതുകൊണ്ടായിരിക്കും. അത് പിന്നെ അവളുടെ മുഖത്തിൻ്റെ ഒരു കുഴപ്പമാണ്. താനൊരു കാര്യം ചെയ്യ്, അവൾക്ക് പകരം ഞാൻ നിൽക്കാൻ കുറച്ച് നേരം. താൻ ആ ഒരു സീനുണ്ടല്ലോ, തൽക്കാലം അവൾക്ക് പകരം എന്നെ വെച്ചിട്ട് ആ ഒരു സീനൊന്ന് അഭിനയിച്ച് നോക്കും. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫീലിംഗ് കയറി വരണം. കൊച്ചുമോള് ചെയ്തതിൻ്റെ ദേഷ്യവും തെറ്റ് ചെയ്തതിൻ്റെ ദേഷ്യവും അവളെ ശാസിക്കാനുള്ള ഒരു വാശി. തല്ലേണ്ട സീനാണെങ്കിൽ തല്ലണം, അതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? മനസ്സിലായി മാഡം. അതെ, എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ, അഭിനയിച്ചാൽ മാത്രം പോരാ, ജീവിക്കണം. തല്ലാൻ പറഞ്ഞാൽ തല്ലണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. തനിക്ക് മനസ്സിലായല്ലോ? പ്രിയങ്കമോളെ, ഈ ഡയറക്ടറൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗില്ലേ, അതൊന്ന് നീ പറഞ്ഞേ. അങ്ങനെ പ്രിയങ്ക ആക്ഷൻ എന്ന് പറയുവാണ്. അന്നേരം അയാളുണ്ടല്ലോ സുകുമാരിയുടെ കവളത്തിട്ട് തന്നെ ആഞ്ഞൊന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അന്നേരം സുകുമാരിയാണെങ്കിൽ വേദന എടുത്ത് കവളി പിടിച്ച് നിൽക്കുവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുവാണ്. വരണിൻ്റെ ആദ്യമൊക്കെ ആണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവർ മാത്രമല്ല, ബാക്കി ലൊക്കേഷനിലുള്ള പലരും ആ ഒരു സീൻ കണ്ട് ചിരിച്ച് നിൽക്കുവാണ്. ഡയറക്ടറും കസ്തൂരിക്കും ഒക്കെ സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുവാം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അയാളുടെ അടി കൊണ്ട് താഴെ വീണു പോകുവാണ്. പ്രിയങ്ക പിടിച്ച് ജനിപ്പിക്കുക. എടാ, എന്താണ് എല്ലാവരും കൊണ്ട് ചിരിക്കുന്നത്? ദേ, ആവശ്യമില്ലാതെ ചിരിച്ചാലുണ്ടല്ലോ എല്ലാത്തിനും ഞാനിവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും. മുത്തശ്ശി, എന്തെങ്കിലും പറ്റിയോ? ഇല്ലടി, മുല്ലപ്പൂ കൊണ്ടൊന്ന് തലോടി. ഓഹ്, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിൽ പ്രിയങ്കയുടെ ഒപ്പം അവിടെ പോയി മാറിയിരിക്കുവാണ്. അങ്ങനെ വീണ്ടും വീണ്ടും വരുണിൻ്റെ രാധികയുടെ മുമ്പിൽ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, ഇവിടെ വരാതിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെ മിസ്സായി പോയാനേ. എന്ത് ചെയ്യാനാ വരുൺ, അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർക്ക് അപ്പം തന്നെ കിട്ടുന്നു, അല്ലാതെ എന്താണെങ്കിലും എനിക്ക് നല്ല സന്തോഷമായി എന്നും പറഞ്ഞ് വരുൺ സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പത്മിനീനെയാണ്. പത്മിനി അങ്ങനെ ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാകുവാണ് കേട്ടോ. യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പത്മിനി. ഈ സമയം പരമേശ്വരൻ അങ്ങോട്ടേക്ക് വരിക. പത്മിനി, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം റെഡിയായിട്ടാ, ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അമ്മ റെഡിയായിട്ടില്ലേ പത്മിനി? അമ്മയാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യം തന്നെ റെഡിയാവുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഞാനും കൂടി വരാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി ജയഭാരതി അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമായിരിക്കും. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ തീരെ വയ്യാതെ കട്ടിലിൽ കിടക്കുമായിരിക്കും കേട്ടോ. അന്നേരം പരമേശ്വരനും പത്മിനിയൊക്കെ മുത്തശ്ശിയുടെ അടുക്കിലേക്ക് ചെല്ലുവാം. എന്തു പറ്റി അമ്മേ? എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്ന് പറഞ്ഞ് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ചെറിയൊരു ചൂടുണ്ടാകും കേട്ടോ മുത്തശ്ശിക്ക്. അയ്യോ അമ്മേ, ചെറിയൊരു ചൂടുണ്ടല്ലോ, പനിയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം. ഏയ്, അതിൻ്റെയൊന്നും ആവശ്യമില്ലടാ, ചെറിയൊരു ചൂടേ ഉള്ളൂ, കുറച്ച് നേരം കിടന്നാൽ മാറും. മാത്രമല്ല മരുന്നിവിടെ ഉണ്ടല്ലോ, അത് കഴിച്ചാൽ മതി. എന്നാലും അമ്മയ്ക്കിങ്ങനെ വയ്യാതിരിക്കുമ്പോൾ നമ്മുടെ തൽക്കാലം യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം അല്ലേ പത്മിനി? അതേ പരമേശ്വരേട്ടാ, അങ്ങനെ മതി. അന്നേരം മുത്തശ്വരനെ, എന്തിനാ യാത്ര മാറ്റിവെക്കുന്നത്? അത് വേണ്ട, യാത്ര മാറ്റിവെക്കണ്ട. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറേ വഴിപാടുകൾ നേർച്ചയൊക്കെ നേർന്നതല്ലേ, അതൊക്കെ ഒരു മുടക്കമില്ലാതെ നടക്കണം. എൻ്റെ കാര്യം നോക്കണ്ട. തൽക്കാലം നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വാ. അയ്യോ, അതെങ്ങനെ ശരിയാവാനാ? അമ്മ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ അവിടെ പോയി വരാൻ പറ്റുന്നത്? സാരമില്ലെന്നേ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഭഗവാന്റെ അരികിലേക്കല്ലേ പോകാനിരുന്നത്? അത് എൻ്റെ പേരും പറഞ്ഞ് മാറ്റി വെക്കണ്ട, അതെനിക്കിഷ്ടമല്ല. മരുന്നുകളും എല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ കഴിച്ചോളാം. അതുകൊണ്ട് എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. അവർക്ക് രണ്ടാൾക്കുവാണെങ്കിൽ അമ്മയെ കൂട്ടാതെ പോകാനായി തീരെ താല്പര്യമില്ല കേട്ടോ. പക്ഷേ എന്നാൽ ജയഭാരതി അമ്മയുടെ നിർബന്ധം കാരണം അവർ പോകാനായിട്ട് തന്നെ തീരുമാനിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ രാധികയും ബാക്കി പ്രൊഡക്ഷനിലുള്ള മറ്റു ചിലരും ചേർന്ന് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് തന്നെ കഴിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും സുകുമാരിയൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം സുകുമാരി പറയണേ, രാജക്ക കുറച്ച് അച്ചാർ കൊണ്ടുവന്നിട്ട്. അന്നേരം പ്രൊഡക്ഷനിൽ ഒരു പയ്യൻ വന്ന് അച്ചാറിടാൻ വരുമായിരിക്കും. അന്നേരം സുകുമാരി പറയണേ, രാജക്ക നിന്നോടല്ല പറഞ്ഞത്, അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഒരുത്തൻ, അവനോട് കൊണ്ടുവന്ന് അച്ചാറിടാൻ പറ. അങ്ങനെ വരുണനെ ആയിരിക്കും കേട്ടോ മുത്തശ്ശി വിളിക്കുന്നുണ്ടാവുക. വരുൺ അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും അച്ചാർ വാങ്ങിയിട്ട് സുകുമാരിയുടെ പ്ലേറ്റിലേക്ക് ഇടുക. ഇത്ര മതിയോ മാഡം? ഓ മതി. എടാ ചക്ക, വെറുതെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ട് പണിയെടുക്കണം, എന്നാലേ ഇതിനൊക്കെ ഇനി ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഓ ആയിക്കോട്ടെ, മാഡത്തിന് വേണ്ടേ അച്ചാറും എന്നും പറഞ്ഞ് പ്രിയങ്കയുടെ പാത്രത്തിലേക്കും കുറച്ച് അച്ചാറിടുവാണ്. എന്നിട്ട് വരുൺ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാം. ഈ സമയം രാധിക പറയണേ, എന്തിനാ വരുൺ അവർ പറയുന്നതൊക്കെ കേട്ട് ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സാരമില്ലെന്നേ, വിട്ട് കളഞ്ഞേക്ക്. ഈ സമയം ഡയറക്ടറും അതുപോലെ ആ കസ്തൂരി എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അവർക്ക് ആസ്വദിച്ചതിന് ഭക്ഷണം കഴിക്കുക.
ആറ്റുവാശ്ശേരി സദ്യ സൂപ്പറായിട്ടുണ്ടല്ലേ. പിന്നല്ലാതെ എല്ലാ കറികൾക്കും നല്ല രുചിയുണ്ട് എന്നൊക്കെ അവർ പറയുവാണ്. അവിടെയുള്ള പലരും ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് സുകുമാരിക്കും പ്രിയങ്കൾക്കും സഹിക്കുന്നില്ല കേട്ടോ. അന്നേരം സുകുമാരി അപ്പം തന്നെ കറിയെടുത്ത് വായിൽ വെച്ചിട്ട് അത് തുപ്പിക്കളയണേ. അയ്യേ, എന്താ ഇത്? ഇതിന് ഉപ്പുമില്ല, എരിവുമില്ല, വായി വെക്കാനേ കൊള്ളില്ല. എടോ മാനേജറെ, ഇതാണോ താൻ പറഞ്ഞ അസാമാന്യ രുചിയാണെന്ന് പറഞ്ഞത്? വായി വെക്കാൻ പോലും കൊള്ളില്ല, ഒരു കാശിന് കൊള്ളില്ല ഒരു കറികളും. ഈ സമയത്ത് കസ്തൂരി രാധികേനെ വിളിക്കണേ. അതെ, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ കുട്ടിയുടെ പേര്? രാധിക. ഇയാളാണ് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത്? ആ അതെ. പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാ കറികളും സൂപ്പറായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. അടുത്ത കാലത്തൊന്നും ഇതുപോലെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ നല്ല വാക്കുകളൊക്കെ കേൾക്കുന്നതും രാധികയ്ക്ക് സന്തോഷമാകുവാണ്. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, ഓ ഇതാണോ രുചി? ഒരു കറിയും വായി വെക്കാൻ കൊള്ളില്ല, ഒന്നിനും ഉപ്പും പുളിയും എരിവും ഒന്നും കൃത്യമല്ല. ഇതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അന്നേരം ഡയറക്ടർ പറയണേ, അതെ എന്താണെങ്കിലും നിങ്ങളുടെ ഫുഡെല്ലാം സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊഡക്ഷനിൽ നിങ്ങൾ വേണം കേട്ടോ ഭക്ഷണം കൊണ്ടുവരാനായിട്ട്. അതൊക്കെ കേൾക്കുന്നത് വരുണിൻ്റെ രാധികയ്ക്ക് സന്തോഷവുമാണ്. ഈ സമയം രാധിക വരുണിനോട് പറയുന്നുണ്ട്, അതെ ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അന്നേരം വരുൺ പറയണേ, എടോ ബുദ്ധിയുള്ള എല്ലാവരും ഇതിന് നല്ല അഭിപ്രായം പറയുള്ളൂ. ബുദ്ധിയില്ലാത്ത ചിലരുണ്ട്, അവരിതുപോലെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ കേട്ടില്ല എന്ന് വെച്ചാൽ മതി. പിന്നീട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവിടെ മാറിയിരുന്ന് സംസാരിക്കുവാണ് കേട്ടോ സുകുമാരിയും പ്രിയങ്കയും. അന്നേരം പ്രിയങ്ക പറയണേ, എന്നാലും മുത്തശ്ശി അവറ്റകൾക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നാലിപ്പോൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആ ഭക്ഷണത്തിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്തിന് ഇവിടെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ വരും അതിനെക്കുറിച്ച് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നാളം കിട്ടതുപോലെയായില്ലേ. നീ വിഷമിക്കാതിരിക്കുമോളെ. എന്താണെങ്കിലും അവനും അവൾക്കൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് തന്നെ വരേണ്ടി വരുമല്ലോ. നമ്മൾ ഭക്ഷണം കൊള്ളില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോൾ കൊള്ളില്ലാത്ത ഭക്ഷണത്തിൻ്റെ പണം നമ്മൾ കൊടുക്കാനും പോകുന്നില്ല. ഈ സമയത്തായിരിക്കും മാനേജർ അങ്ങോട്ടേക്ക് വരുന്നത്. അതെ മാഡം, ഭക്ഷണം ഉണ്ടാക്കിയവരെ ഇറങ്ങാൻ നിൽക്കുവാണ്. അവർക്ക് കൊടുക്കേണ്ട ബാലൻസ് തുകയും കൂടി കൊടുത്തിരുന്നെങ്കിൽ അതങ്ങ് ക്ലോസ് ചെയ്ത് വിടായിരുന്നു. ഈ സമയം സുകുമാരി പറയണേ, എന്തിനാ അവർക്കിനി പൈസ കൊടുക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഭക്ഷണമൊന്നും വഴിവെക്കാൻ കൊള്ളില്ലെന്ന്. അങ്ങനെയുള്ളപ്പോഴേ ആ ഫുഡിന് വേണ്ടിയിട്ട് ബാക്കി പൈസ കൊടുക്കാനും ഈ സുകുമാരിക്ക് സൗകര്യമില്ല. അന്നേരം അയാൾ പറയണേ, അയ്യോ മാഡം, ഞാനല്ലേ അവരെ കണ്ട കാര്യങ്ങൾ പറഞ്ഞതും ഫുഡൊക്കെ ഏർപ്പാട് ചെയ്തതും. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബാക്കി പണം കൊടുക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താൻ വേണമെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് അവർക്ക് കൊടുക്ക്. എന്നാണെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അവർക്ക് പണം വേണമെന്നാണെങ്കിൽ അവർ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ, എന്നിട്ട് എന്നോട് ചോദിക്കട്ടെ, അപ്പം ആലോചിക്കാൻ ഞാൻ. ഈ സമയം മാനേജർ അവിടെ നിന്നും പോകുവാണ്. അന്നേരം രാധികം വരണമൊക്കെ സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം മാനേജർ അങ്ങോട്ടേക്ക് വരുവാ. അന്നേരം രാധിക ചോദിക്കണേ, അതെ ഞങ്ങൾക്ക് തരാനുള്ള ബാക്കി പൈസ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേഗം പോകാമായിരുന്നു. അന്നേരം അയാൾ പറയണേ, അത് പിന്നെ ഞാൻ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രൊഡ്യൂസർ മാഡത്തോട് ചോദിച്ചതാണ്. എന്നാൽ അവർ പറയുന്നത് ഭക്ഷണം കൊള്ളില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ബാക്കി പണം തരാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇതെവിടെ തന്നെയായോ? നിങ്ങളല്ലേ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി തുകയും ഞങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. ഞങ്ങൾക്ക് മറ്റാരോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് തരേണ്ട തുക അവർ തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ പണം വേണമെങ്കിൽ നിങ്ങളോട് നേരിട്ട് ചെല്ലാനാണ് അവർ പറയുന്നത്. അന്നേരം രാധിക ചോദിക്കണേ, ഇതെവിടുത്തെ ന്യായമാണ്? നിങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്യാമെന്നപ്പോൾ തന്നെ അവർ കാണുന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഓർഡർ സ്വീകരിക്കുക പോലും ഇല്ലായിരുന്നു. അത് നിങ്ങൾ മറച്ചു വെച്ചു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ജോലിയെടുത്തതിൻ്റെ ബാക്കി തുക തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അന്നേരം വരുൺ പറയണേ, ഇതെന്താണെങ്കിലും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അവരോട് നേരിട്ട് ചോദിക്കണമായിരിക്കും അല്ലേ? ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ കാശല്ലേ, അത് നമുക്ക് ചോദിച്ചല്ലേ പറ്റൂ. രാധികയെ താൻ വന്നേ. അങ്ങനെ പറഞ്ഞാൽ വരുണൻ രാധികയും കൂടി നേരെ സുകുമാരിയുടെയും പ്രിയങ്കയുടെയും അടുക്കിലേക്ക് ചെല്ലുവാം. എന്നിട്ട് രാധിക ചോദിക്കണേ, അതെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ജോലി കഴിഞ്ഞതിന് ബാക്കി പണം തരണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടിയാൽ വേഗം പോകായിരുന്നു. അന്നേരം സുകുമാരി പറയണേ, അതെ നീയൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ, വായി വെക്കാനേ കൊള്ളില്ല. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ പണം തരാനായിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശവും. അന്നേരം വരുൺ പറയണേ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണവും വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. ഇതേ നിങ്ങളുടെ ലൊക്കേഷനാണ്. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അന്നേരം സുകുമാരി പറയണേ, ഓ അത് ശരി, അപ്പം നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു വന്നിരിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ഉണ്ടാക്കടാ, ഞാൻ കാണട്ടെ. പിന്നെ നീയൊന്നും ഇവിടുന്ന് നേരെ ചൊവ്വ പോകില്ലല്ലോ. അന്നേരം വരുൺ പറയണേ, ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ചൊവ്വ തന്നെ പോകും. നിങ്ങളായിരിക്കും പെട്ടുപോകാൻ പോകുന്നത്.
അങ്ങനെ പറഞ്ഞ സുകുമാരിനെയും പ്രിയങ്കിനെയും വിരട്ടി നിൽക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്